നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു ആഗമന കാലത്തെ വരവേൽക്കാൻ നാം ഒരുങ്ങിക്കഴിഞ്ഞു. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പങ്കുവെക്കലിന്റെയും ഒരു സുന്ദര നിമിഷമാണ് ക്രിസ്മസ്. ഇന്ന് പലപ്പോഴും ഒരു ആഘോഷമായി മാത്രമാണ് ക്രിസ്മസ് ദിനത്തെ നോക്കിക്കാണുന്നത്. യഥാർത്ഥത്തിൽ ക്രിസ്മസ് നാം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിസ്തു ജനിക്കുന്നുണ്ടോ എന്ന് സ്വയം വിലയിരുത്താൻ കഴിയണം. ഈ 25 ദിന നോമ്പിന്റെ 4ാം ദിനത്തിൽ അല്പസമയം ധ്യാനിക്കാൻ പോകുന്ന വേദഭാഗം ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം 9ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. അതിന്റെ 2ാം വാക്യം, ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, അന്ധതമസ്സുള്ള ദേശത്തു പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം 9ാം അധ്യായം പ്രത്യാശയുടെയും പ്രകാശത്തിന്റെയും സന്ദേശവുമായി ഇസ്രായേൽ ജനതയുടെ കഷ്ടങ്ങളുടെ നടുവിൽ ഒരു പ്രധാന വഴിത്തിരിവായി നിലകൊള്ളുന്ന ഒരു അധ്യായമാണ്. ഈ ഭാഗത്തിൽ നിന്ന് ഒരു ചെറിയ ചിന്ത പങ്കുവെക്കുന്നു. ക്രിസ്മസ് ശൂന്യതയിൽ നിന്ന് സമൃദ്ധിയിലേക്കുള്ള ആഘോഷം. ധ്യാനത്തിൽ ആദ്യ ഭാഗത്ത് എന്താണ് ക്രിസ്മസ് എന്ന് പറയുകയുണ്ടായി. സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും ഒരു സുന്ദര നിമിഷമാണെന്ന് 6ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്ന്. ഇരുട്ട് എന്നതിനെ ശൂന്യത എന്നും വെളിച്ചത്തെ സമൃദ്ധി എന്നും വിശേഷിപ്പാൻ ആഗ്രഹിക്കുന്നു. പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക് പ്രതീക്ഷ നൽകുന്ന ആ നല്ല വാർത്ത ദൈവപുത്രന്റെ ആഗമനത്തെപ്പറ്റി പ്രവാചകൻ ഇവിടെ പ്രഖ്യാപിക്കുന്നു. ഒരാഘോഷത്തിന്റെ ഉത്തമമായ മാതൃക ഈ വേദഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവപുത്രന്റെ ആഗമനം സകലർക്കും സന്തോഷം പകരുന്ന സമാധാനത്തിന്റെ കവാടം തുറക്കുന്ന ഒന്നാണ്. അത് നിറവിലേക്ക് നയിക്കുന്ന ഒരു അനുഭവമാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഇരുട്ടിൽ കഴിയുന്നവർക്ക് പ്രതീക്ഷ നൽകുന്ന വെളിച്ചമാണ് ക്രിസ്മസ്. ശൂന്യതയിലൂടെ നാം നമ്മുടെ ജീവിതയാത്ര ചെയ്യുമ്പോൾ ഒരു സഹയാത്രികനായി ദൈവം ഉണ്ടെന്ന് പ്രഖ്യാപിക്കുന്ന നിമിഷം. സകലരെയും തുല്യരായി കാണുന്നവൻ, സകലർക്കും സന്തോഷവും സമാധാനവും വഴികാട്ടിയുമായി തീരുന്ന ദൈവപുത്രന്റെ വരവ്, അതാണ് ക്രിസ്മസ്. കർത്താവിൽ പ്രിയരെ, ചില ശൂന്യതയിൽ നാം കഴിയുമ്പോൾ നിറവിന്റെ സമൃദ്ധിയുടെ സ്വാന്തനം ഈ ആഗമന കാലത്തിൽ അനുഭവിപ്പാൻ നമുക്കിടയാകണം. ഇരുട്ടിൽ നടന്ന ജനം വെളിച്ചം കണ്ടതുപോലെ നിറവിന്റെ വെളിച്ചം ഈ ക്രിസ്മസ് ദിനത്തിൽ കണ്ട് സന്തോഷിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഏവർക്കും അനുഗ്രഹപ്രദമായ ഒരു ക്രിസ്മസും പുതുവത്സരവും ആശംസിക്കുന്നു.